എല്ലാവർക്കും റിസപ്ഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണ വ്ളോഗും എല്ലാ വ്ളോഗും കഴിഞ്ഞ് അവസാനത്തെ വ്ളോഗാണ് നമ്മുടെ റിസപ്ഷൻ വ്ളോഗ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണിനൊക്കെ വീട്ടിൽ കയറ്റിയതിന് ശേഷം നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2-3 കസിൻസും ബ്രൈഡും മാത്രമേ ഫ്രണ്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എപ്പോഴും ഡെക്കറേഷൻ ചെയ്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നമ്മുടെ അടുത്തുള്ളൊരു ഗോപികാസ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ കല്യാണത്തിനുള്ള പോലെയാണ്, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കല്യാണം ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നുള്ളൂ. നല്ല ഭംഗിയിൽ ഇവിടെയും സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ബ്രൈഡും ഗ്രൂമും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണ ദിവസം തന്നെയാണ് റിസപ്ഷൻ, അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ ഒരു മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗാനമേള തന്നെ പറയാം. നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ഇവരെ വെൽക്കം ചെയ്യാനുള്ള പാട്ടായിരുന്നു. പാലക്കാടുള്ള മംഗലശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ വകയായിരുന്നു ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം ഫുഡ് ലവർ ആയതുകൊണ്ട് പറയല്ല, ഫുഡ് എല്ലാതും ഒന്നിനൊന്ന് മെച്ചായിട്ട് നമ്മൾ ഫുഡ് എല്ലാ തരം ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം, പത്തിരി, പൊറോട്ടോ, അങ്ങനെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്നൊരു വീഡിയോ എടുത്തതിന് ശേഷം മുകളിലോട്ട് വന്നു. മുകളിലാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാള്. അപ്പോൾ രാഗി ചേച്ചി, അമ്മ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. 2 കാരണമുണ്ട്. ഫോണിൽ ഒന്നാമത് സ്പേസ് ഉണ്ടായിരുന്നില്ല, സ്റ്റോറേജ് കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരത്തെ പറഞ്ഞത് കാരണം കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസ് എടുത്തൊരു വ്ളോഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസിനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ മുന്നേ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ കസിൻസ് എല്ലാവരും അത്രയും വൈബാണ് കേട്ടോ. ഇതാ നമ്മുടെ വിഷ്ണുപ്രിയ, വല്യമ്മ, പിന്നെ അതാ സ്റ്റേജിൽ കയറാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. സ്റ്റേജിൽ അവിടെ അടിപൊളി പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കസിൻസ് എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഒരു പാട്ട് വെച്ചതും. അത് ഏതാണെന്നോ ചോദിച്ചാൽ വിജയുടെ കൊക്കരക്കോ ആ ഒരു പാട്ടിനാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ ചുവട് വെച്ചത് എന്നൊക്കെ പറയാം. അത്രയും ഞങ്ങൾ ചെക്കനായാലും പെൺകുട്ടിയായാലും ഞങ്ങളുടെ കസിൻസ് മൊത്തം കളിക്കുന്നവരും കളിക്കാത്തവരൊന്നൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവരും അടിച്ച് തിമർത്ത് പൊളിച്ച് ഞങ്ങളുടെ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞങ്ങൾ മുന്നത്തെ വീഡിയോ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പാട്ട് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട്, എന്നാലാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടുള്ളായിരുന്നു. ഇനി എല്ലാം കുറച്ച് നേരത്തിന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ സ്റ്റേജിൻ്റെ. അങ്ങനെ ഇതാ നമ്മുടെ അച്ചുവിനായിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളുടെ ലക്കിടി ടീം, അതും നമ്മുടെ കസിൻസാണ് കേട്ടോ. അവർ മൊത്തം കയറിയപ്പോഴും ഇതേപോലെ പാട്ട് വെച്ച് ഗംഭീര ഡാൻസായിരുന്നു. എല്ലാവരും ഇതുപോലെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. എൻ്റെ പൊന്നു, റിസപ്ഷന് ഈ ഒരു ലുക്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ണീനെ വിളിച്ച് നടക്കാൻ തുടങ്ങി കുറേ നേരമായിട്ടോ. അവസാനം ഏട്ടൻ ഗതി കെട്ട് അവനെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നമ്മുടെ അഞ്ജു ചേച്ചി, രനിലേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി. റിസപ്ഷൻ ഏകദേശം കഴിയാറായിട്ട് ഒരു 7:30 ആകുമ്പോഴേക്കും എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ 8 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന റിലേറ്റീവ്സിനെയും അപ്പോൾ പിന്നെ അവരെ ഡിന്നർ കഴിക്കാനൊക്കെ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട് നമ്മൾ താഴെയും മുകളിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ താഴേക്ക് വന്നിരിക്കുകയാണേ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഐസ്ക്രീം വിത്ത് ഒരു ക്യാരറ്റ് ഹൽവ പോലെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് തന്നു. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ വ്ളോഗും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.